നമ്മുടെ നൈജീരിയയിൽ നമ്മളെല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഉദ്ഹിയ്യത്ത് ഈ വർഷവും ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് നാദാപുരം കല്ലാച്ചി സ്വദേശിയായ ഷാദുലി സാഹിബിൻ്റെ സഹോദരപുത്രൻ ബഹുമാന്യരായ സയ്യിദ് ഹുദവി നാദാപുരം, അദ്ദേഹം അവിടെ വലിയ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ഉദ്ഹിയ്യത്ത് 2025 പെരുന്നാളിൻ്റെ ഈ ഉദ്ഹിയ്യത്ത് അവിടുത്തെ വളരെ പാവപ്പെട്ട അതിൻ്റെ ഫോട്ടോകളും അവിടുത്തെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടാൽ കണ്ണ് നിറഞ്ഞു പോകും. അത്ര പട്ടിണി പാവങ്ങളാണ്. വർഷത്തിൽ ഒരു മാംസക്കഷ്ണം പോലും തിന്നാൻ കിട്ടാത്ത ദാരിദ്ര്യമുള്ള സഹാറ മരുഭൂമിയിലാണ് അവരുള്ളത്. അവിടത്തേക്ക് ഒരു കന്ന് നമ്മൾ നിയത്ത് ചെയ്യുകയാണെങ്കിൽ 49,000 രൂപയാണ്. അത് 7 പേര് കൂടിയെടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് 7,000 രൂപയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അറിയിപ്പുകൾ നിങ്ങൾക്ക് നമ്മുടെ നേരായ വഴി ആമിർ സാഹിബ് അടക്കമുള്ള അതിൻ്റെ അഡ്മിന്മാർ നിങ്ങളെ സമീപിക്കും. പറ്റുന്ന രീതിയിൽ സഹായിക്കണം. നേരത്തെ ആണെങ്കിൽ, കാരണം ഇത് കന്ന് വാങ്ങലും അത് എത്തിച്ചു കൊടുക്കലൊക്കെ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഒരുപാട് വൈകിപ്പോയാൽ അതൊക്കെ കഴിഞ്ഞ വർഷം ഇച്ചിരി പ്രയാസമായിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ നിങ്ങൾ ആ നിയ്യത്ത് അറിയിക്കുകയാണെങ്കിൽ ഇത് എളുപ്പമായിരിക്കും. നിങ്ങൾ നാട്ടിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്തോളൂ, അതൊന്നും മുടക്കിയിട്ട് ചെയ്യണം എന്നല്ല ഈ പറയുന്നത്. കൂട്ടത്തിൽ സഹാറ മരുഭൂമിയിൽ നമുക്കൊരു ജാരിയായ സ്വതക്ക ചെയ്യാനുള്ള അവസരമുണ്ട്. അവിടെ കിണർ കുഴിച്ചു കൊടുക്കുന്നുണ്ട്. 1-2 കിണറുകൾ റീസെൻ്റ്ലി അവിടെ കുഴിച്ചത് ആമിർ സാഹിബ് കാണിച്ചു തന്നു. സഹാറ മരുഭൂമിയിലൊരു സാധാരണ കിണറിന് 65,000 രൂപ മുതൽ ബോർവെല്ലടക്കമുള്ള ഒരു സംവിധാനമാകുമ്പോഴേക്കും 1,00,000 രൂപ ഉണ്ടെങ്കിൽ ഒരു കിണർ നമുക്കവിടെ കുഴിച്ചു കൊടുത്താൽ ആ ഗ്രാമവാസികൾക്ക് കുടിവെള്ളം കിട്ടും. കിലോമീറ്ററുകൾ നടന്ന് വൃത്തി ഇല്ലാതെ മണ്ണ് പുരണ്ട കുടങ്ങളിലും പാത്രങ്ങളിലുമൊക്കെ ശേഖരിച്ച് വേണം വെള്ളം കൊണ്ടുവരാൻ. അപ്പോൾ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് വെള്ളം കിട്ടാതെ. അതുകൊണ്ട് നമ്മുടെ മരിച്ചുപോയ ഉമ്മയുടെ പേരിലോ ഉപ്പയുടെ പേരിലോ അവർക്ക് ആഖിറത്തിലേക്ക് ഗുണം കിട്ടാൻ ഇതൊരു ജാരിയായ സ്വതക്ക കൂടിയാണ്. ഇന്ത്യയുടെ 1,00,000 രൂപ മതി. 65,000 മുതൽ 1,00,000 രൂപ വരെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കിണർ കുഴിച്ചു കൊടുക്കാൻ പറ്റും. ഇന്ന് അതൊക്കെ ചെയ്യാൻ നല്ല പ്രവർത്തകർ അവിടുത്തെ ആഫ്രിക്കക്കാരായ ഉസ്താദുമാരും ആലിമീങ്ങളും ഒക്കെ സയ്യിദ് ഹുദവിയുടെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ആ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് അതിനുവേണ്ടി സംഘാടകർക്ക് വേണ്ടി അറിയിക്കുകയാണ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്.